വലിയ ആത്മവിശ്വാസത്തോടാണ് CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രകടന പത്രിക വായിച്ചാലും അവരുടെ ആത്മവിശ്വാസം വളരെ വ്യക്തമാണ്. വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന പല ഭരണമാറ്റങ്ങളും CPM പ്രകടന പത്രികയിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ഉദാഹരണത്തിന് UAPA പിൻവലിക്കും, മണി ലോണ്ടറിംഗ് ആക്ട്, PMLA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അത് പിൻവലിക്കും. പിന്നെ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കും. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതികളൊക്കെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ തുടച്ചു നീക്കും, വിലക്കയറ്റം പിടിച്ചു നിർത്തും, അഴിമതി എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് വാഗ്ദാനങ്ങളും പത്രിക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയിട്ടാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് കോൺഗ്രസിനെ എതിർക്കുന്നു. തമിഴ്നാട്ടിൽ DMKയുടെ മുന്നണിയിലുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ പണ്ട് അനിക്സ്പ്രയുടെ പരസ്യത്തിൽ പറഞ്ഞ പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലാണ്. ത്രിപുരയിലാണ് പാർട്ടി പിന്നെ കുറച്ചുണ്ടായിരുന്നത്, അവിടെ ഇപ്പോൾ വലിയ മേൽവിലാസമില്ലാത്ത അവസ്ഥയിലാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയർത്തുക എന്നുള്ളതൊക്കെ വളരെ വിദൂരമായൊരു സ്വപ്നമാണ്. പാർട്ടിയുടെ ദേശീയ പദവി നിലനിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. നമ്മുടെ മുൻ മന്ത്രി AK ബാലൻ പറഞ്ഞ പോലെ ഇത്തവണ പരാജയപ്പെട്ടാൽ ദേശീയ പദവി എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടും. മിനിമം ഇത്ര ശതമാനം വോട്ട് നേടണം, ഇത്ര സീറ്റുകൾ ജയിക്കണം എന്നുള്ളതൊക്കെയാണ് പ്രധാനം. അല്ലാണ്ട് 545 അംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ 273 സീറ്റ് പിടിച്ച് ഇന്ത്യൻ വിപ്ലവം പൂർത്തീകരിക്കാം എന്ന മോഹമൊക്കെ വ്യാമോഹമാണ്. എങ്കിൽ പോലും പ്രകടന പത്രിക പുറപ്പെടുവിക്കുമ്പോൾ അങ്ങനെ മോശം വരുത്തേണ്ട ആവശ്യമില്ല. സ്വപ്ന രാജ്യത്തിൽ എന്തിനാ അർദ്ധരാജ്യം, മുഴുവൻ രാജ്യം തന്നെ സ്വപ്നം കാണാവുന്നതാണ്. അങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇപ്പോൾ പ്രകടന പത്രികയുടെ രൂപത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന മഹത്തായ ആശയങ്ങൾ, ആദർശങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരായിട്ടുള്ള നിയമം പിൻവലിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ കരുവന്നൂർ കേസിൽ പ്രതികളായിട്ട് ഇപ്പോൾ ഒരു കാലകത്തും ഒരു കാലം പുറത്തുമായിട്ട് നിൽക്കുന്ന ധീര സഖാക്കൾ, അതിൽ മൊയ്തീനുണ്ട്, MM വർഗീസുണ്ട്, PK ബിജുവുണ്ട്, ഷാജനുണ്ട്, മറ്റു പലരുമുണ്ട്. ഇവരൊക്കെ ജയിലിൽ പോകാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ED ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പോ അതിന് തൊട്ട് പുറകെയോ ഇവരൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ ചിദംബരത്തിൻ്റെ മതിൽ ചാടി ചേർന്ന് അറസ്റ്റ് ചെയ്യാൻ മടിയില്ലാത്ത ഇൻകം ടാക്സുകാർക്കും എൻഫോഴ്സ്മെൻറ്റുകാർക്കും CBIക്കാർക്കും കേരളത്തിലെ ഒരു ചെറിയ പാർട്ടിയുടെ വലിയ നേതാക്കളെ അറസ്റ്റ് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റ് പല ആളുകളും പിന്നെ വളരെ കാലത്തേക്ക് സൂര്യപ്രകാശം കാണുകയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭീഷണികൾ കേന്ദ്രത്തിൻ്റെ തലത്തിൽ സർക്കാരിനെ തുറിച്ചു നോക്കുന്നുണ്ട്, പാർട്ടിയെ തുറിച്ചു നോക്കുന്നുണ്ട്. അതിന് പുറമെ ഇവിടുത്തെ DYFIക്കാരുടെ ജീവൻ രക്ഷാപ്രവർത്തനമുണ്ട്. ഖജനാവിൽ 5 പൈസ ഇല്ലാതെ പൂച്ച വെറ്റ് കിടക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന ഒരു സൗകര്യമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം 1-ാം തീയതി കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സർക്കാർ ജോലിയുടെ ഒരേ ഒരു ആകർഷണം എന്ന് പറയുന്നത് 31 ദിവസം ജോലി ചെയ്താൽ 1-ാം തീയതി ശമ്പളം കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ അതുപോലും കിട്ടാത്ത അവസ്ഥയുണ്ട്. KSRTCക്കാരും പ്രത്യേകം പറയേണ്ടതില്ല, പെൻഷൻകാരുടെ അതിനേക്കാൾ കഷ്ടമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി അവിടെ നിൽക്കുന്നു. അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസിന് പോകുന്നു. അത് ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടു എന്നല്ലാണ്ട് 5 പൈസ അവിടെ നിന്ന് അനുവദിച്ച് കിട്ടുന്ന ഒരു ഉത്തരവുണ്ടായില്ല. അതിന് വലിയ തുക കപിൽ സിബലിന് ഫീസ് കൊടുക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ SFIക്കാർ നടത്തുന്ന വിപ്ലവ പ്രവർത്തനം വേറെ ഉണ്ട്. ഗവർണറെ വഴിയിൽ തടഞ്ഞതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. അതിലുപരി ഈ പൂക്കോട് വെറ്ററിനറി കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ഉടലോടെ സ്വർഗത്തേക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട വ്യവഹാരമുണ്ട്. അതിലിപ്പോൾ മുഖ്യൻ്റെ ആഫീസിൽ പിടിച്ചു വെക്കാൻ പരമാവധി ശ്രമിച്ച ഉത്തരവ് ഹൈക്കോടതി കൂടി ഇടപെട്ട് അത് CBIക്ക് കൈമാറി CBI അന്വേഷണം തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ പുറത്ത് ജുഡീഷ്യൽ അന്വേഷണം വേറെ നടക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനെ അനവധി പ്രശ്നങ്ങളാണ് ആ രംഗത്ത് നേരിടുന്നത്. അതിന് പുറമെയാണ് സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട പുകിലും പൂക്കാറും ഉണ്ടായിട്ടുള്ളത്. എന്താണ് പണ്ടൊക്കെ 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങി 8:05 നോക്കുന്ന സ്ഥാനാർത്ഥികളെ പറ്റി കേട്ടിട്ടുണ്ട്. ഇത്തവണത്തെ പല സ്ഥാനാർത്ഥികളല്ല ചില സ്ഥാനാർത്ഥികളെങ്കിലും 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ച് 7:45 തൂക്കുന്നവരാണ്. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളും ഇത്തവണത്തെ പട്ടികയിലുണ്ട്. പിന്നെ പാർട്ടി പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ വലിയ ഉത്തേജനമില്ല, ഉത്സാഹമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സർക്കാരിൻ്റെ ഗുണഗണങ്ങളുമായിട്ട് വോട്ടർമാരെ സമീപിക്കുമ്പോൾ വോട്ടാണോ അതോ ആട്ടാണോ കിട്ടുക എന്നുള്ള ഭയം വേറെയുണ്ട്. ഇങ്ങനെ അനവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ബോംബ് കേസ് ഉണ്ടായിരിക്കുന്നത്. പാനൂരിൽ ഈ ചെറുകിട വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിൻ്റെ നയം
പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ പ്രത്യക്ഷവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാനും ചെറുപ്പക്കാർ ഒരു കെട്ടിടത്തിൻ്റെ മട്ടുപ്പാവിൽ നാടൻ ബോംബുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കവേ അത് പൊട്ടിത്തെറിക്കുകയും രണ്ട് മൂന്ന് സഖാക്കൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ഒരാൾ പരലോകത്തെത്തിച്ചു. അപ്പോൾ ഇത് പാർട്ടിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ബോംബ് വേറെ, പാർട്ടി വേറെ. പാർട്ടി എപ്പോഴും സമാധാനത്തിൽ വിശ്വസിക്കുന്നു. അരിവാളല്ലാതെ ബോംബിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊക്കെ നമ്മുടെ ഗോവിന്ദൻ മാഷ് താത്വികമായിട്ട് അവലോകനം നടത്തുന്നത് കേട്ടു. ഈ പാർട്ടിയുടെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. അല്ലെങ്കിൽ നാദാപുരത്തും പാനൂരും തലശ്ശേരിയിലുമൊക്കെ ബോംബ് നിർമ്മാണത്തിൽ പാർട്ടി കൈവരിച്ച വലിയ നേട്ടം അതൊരു വികസന നേട്ടം തന്നെയാണ്. കാരണം ഓരോ വീടും ഓരോ കുടിലും ഫാക്ടറിയാക്കുക എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞത്. ഇതൊരു കുടിൽ വ്യവസായമായിട്ട് വളർത്തിയെടുത്ത പാർട്ടി, അതിനുവേണ്ടി ചാവേറുകളെ സൃഷ്ടിച്ച പാർട്ടി, അതും വിപ്ലവത്തിൻ്റെ ഒരു തലസ്ഥാനം എന്ന് പറയാവുന്ന പാനൂർ പോലൊരു പ്രദേശം. അവിടെ നാടൻ ബോംബ് പൊട്ടുന്നു. ഒരു ധീര സഖാവ്, അദ്ദേഹം ഉടനെ തന്നെ രക്തസാക്ഷിയാവും. ഇനി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പാർട്ടി ഫണ്ട് പിരിക്കും. പണ്ടൊക്കെ പിരിക്കുന്ന ഫണ്ട് പാർട്ടി ആ കുടുംബത്തിന് കൊടുക്കുമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് അതുമല്ല, അതിൽ നിന്നും ആൾക്കാർ പൊട്ടിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. അങ്ങനെ പയ്യന്നൂർ ഒരു സംഭവം ഉണ്ടായി. തെക്കൻ കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ റിപ്പോർട്ട് ചെയ്തു. പിന്നെ അഭിമന്യുവിൻ്റെ പോലെ ഈ മരിച്ചുപോയ സഖാവിൻ്റെ പേരിൽ പണം പിരിക്കുകയും പിരിച്ച പണം സഖാവിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാതെ പാർട്ടി അതുകൊണ്ട് കെട്ടിടം നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ട് മരിച്ചുപോയ സഖാവിൻ്റെ പേരെഴുതി വെക്കുകയും ചെയ്യുന്ന പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും ഇതൊക്കെ വളരെ ലാഭകരമായ ഒരു വ്യവസായമായി വളർത്തിയെടുത്തിരിക്കുന്നു. അതിലൊക്കെ സർക്കാരിന് തീർച്ചയായിട്ടും അഭിമാനിക്കാം. അതിന് പുറമെയാണ് സഖാവിൻ്റെ മകളുടെ പേരിലുള്ള മാസപ്പടി ആരോപണം. മാസപ്പടിയുടെ കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റുകാർ നാളെ മറ്റന്നാളോ വരും എന്ന ഭീഷണി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് ഈ പ്രകടന പത്രിക പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു അവസരമാണ്. പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ മത്സരിക്കുന്ന ഏറ്റവും സീനിയറായിട്ട് സഖാവ് എന്ന് പറഞ്ഞ സഖാവ് എ വിജയരാഘവനാണ്. അദ്ദേഹം പാലക്കാട്ട് മാറ്റൂരെക്കും സിറ്റിംഗ് MP ശ്രീകണ്ഠനുമായിട്ടാണ് മത്സരം. അവിടെ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹമായിരിക്കും പാർട്ടിയുടെ പ്രധാനമന്ത്രി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ മത്സരിക്കുന്നതിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ആൾ ബാലനല്ല, നമ്മുടെ വിജയരാഘവൻ സഖാവാണ്. അപ്പോൾ എ വിജയരാഘവൻ ആയിരിക്കും വരുന്ന 2024 ആഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയർത്തുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അവിടെ കേന്ദ്രത്തിൽ ഭരണം കിട്ടുകയാണെങ്കിൽ പിണറായി സഖാവ് അങ്ങോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ വിജയരാഘവൻ സഖാവിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വാതന്ത്ര്യദിനവും പിന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ സമൂലമായ പരിവർത്തനവും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പിൻവലിക്കുന്ന അടക്കമുള്ള ജനക്ഷേമകരമായ ഒരുപാട് ഭരണപരിഷ്കാരങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ജൂൺ 4 വോട്ടെണ്ണി കഴിയുമ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ ഭാവി വളരെ ശോഭനമായിരിക്കും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി പ്രത്യേകിച്ചും വളരെ സുശോഭനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. ഇപ്പോൾ തന്നെ വിപ്ലവാഭിവാദ്യങ്ങൾ നേരുന്നു വരാൻ പോകുന്ന ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ മതേതര സർക്കാരിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു.